അതോടൊപ്പം ചോദിക്കാനുള്ളത്, അതിൽ അരമണി നാണം മറന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അരമണി നാണം വരേണ്ട എന്തോ ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ നാണം മറന്നു എന്ന് വെച്ചാൽ സാത്മ്യത്തിലെത്തി, അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പൊ അവിടെ ഒരു അത് ആദ്യ ശ്രമത്തിൽ അവർ സമ്മതിച്ചില്ല. ക്രമേണയാണ് അവർ സമ്മതത്തിലേക്ക് വരുന്നത്. അതും സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. അപ്പൊ അരമണി എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന മണി തന്നെ. അരഞ്ഞാണം. അപ്പം ശരിക്കും അത് സത്യത്തിൽ അവിടെ ഒരു സംയോഗം നടന്നിട്ടുണ്ട്. ഇറോട്ടിക്കാണ് ആ പാട്ട്. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ എല്ലാ ശാരദകളും വൈരൂപ്യങ്ങളും ഞാൻ കൊണ്ടുവരുന്ന പാട്ടിൽ. അതിൽ ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല പാട്ട്. ഞാൻ പറഞ്ഞല്ലോ, കൂത്തമ്പലത്തിൽ വെച്ചോ കഥാപാത്രത്തിന് വേണ്ടി ഇത് മാത്രം എഴുതി പാട്ടാണ്. അത് നാടകത്തിൻ്റെ തുടക്കത്തിൽ പാടുന്ന പാട്ടാണ്. നാടകത്തിൽ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. ഒരു പ്രത്യേക സന്ദർഭം അവിടെ ഇല്ല. അതും സ്ക്രിപ്റ്റ് എൻ്റെ ആയിരുന്നു. അപ്പുവിൻ്റെ സ്ക്രിപ്റ്റും ഞാനാണ് എഴുതിയത്. അത് ഒരുപാട് മാറ്റി. പിന്നെ അതിന് ഡെന്നീസ് ജോസഫ് ഒരുപാട് മാറ്റി. അപ്പോൾ എൻ്റെ ടൈറ്റിൽ ഇടാതെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ഇട്ടു ടൈറ്റിൽ. കാരണം അതിൽ പകുതിയിലധികം അങ്ങേരുടെ സ്ക്രിപ്റ്റാണ്. കൂത്തമ്പലത്തിൽ ഉച്ചോ എന്നുള്ള പാട്ട് മാത്രമല്ല, പല പാട്ടുകൾക്കും അങ്ങനെ ഒരു ഉണ്ട്. അമിതമായ സെക്സ് വരുമെന്ന് തോന്നുമ്പോൾ വരണം എന്ന് സംവിധായകൻ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് പൊതിഞ്ഞ് ഒതുക്കത്തിൽ കൈകാര്യം ചെയ്യും. അത് ഷുഗർ കോട്ടഡ് പില്ലായിട്ട്. അതെ. പക്ഷെ ആ പാട്ടിൽ ആ വരികൾ വരുന്ന സമയത്ത് ഈ സുനിതയും ലാലേട്ടനും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കാം സംതിങ് അതിനകത്തൊരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ചില ടോപ്പ് പാട്ടുകളിലൊന്നാണ് ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എന്ന് പറയുന്ന പാട്ട്. അതിൽ അർദ്ധനിമീലിത മിഴികൾ അലിയും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു എന്ന് പറയുന്നുണ്ട്. അവളുടെ അശ്രുബിന്ദു അയാളുടെ സ്വപ്നബിന്ദു ആവുന്ന സാഹചര്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ അതിനകത്ത് മറ്റെന്തെങ്കിലും ബിംബങ്ങൾ, ഇപ്പോൾ സൂര്യനെ പോലെയുള്ള ബിംബത്തേക്ക് സങ്കല്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ഒരു ബിംബം ഉണ്ടോ? അതേ അവളെക്കുറിച്ച് തന്നെയാണോ അത് പറഞ്ഞത്? അത് അവളുടെ അശ്രുബിന്ദു ഒരു പ്രണയ നൈരാശ്യമായിരുന്നു. അതെൻ്റെ സ്വപ്നബിന്ദുവായി മാറി എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ അവൾ ജീവിതം കണ്ടെത്തി. എന്നിലേക്ക് വന്നു. അതുകൊണ്ടാണ് അശ്രുബിന്ദു നിൻ സ്വപ്നബിന്ദു. പിന്നെ തുടർന്നും ആ ഒരു കഥ അതിനകത്തുണ്ട്. കാരണം എഴുതാൻ വൈകിയ ചിത്രകഥയിൽ 7 അഴകുള്ളൊരു നായികൻ എന്നെ അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വനി. അപ്പം നേരത്തെ വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചില്ല. വളരെ വേറെ ഒരാളുടെ കാമുകയായിരുന്നു. സിനിമയിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. സന്ദർഭമല്ല, സിനിമയിലില്ല. അതെൻ്റെ ജീവിതം. സിനിമയിൽ ഒരു ചിത്രകാരൻ കാമുകിയെ നോക്കി പാടുന്ന പാട്ടാണ്. പക്ഷേ ആ ചിത്രകാരൻ ആയതുകൊണ്ടാണ് ഞാനെപ്പോഴും ഒരു പാട്ട് എഴുതുമ്പോൾ പരകായ പ്രവേശം നടത്തുന്നത്. അതായത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അവിടെ ഉണ്ടെങ്കിലും അത് രഹസ്യമായിരിക്കും, എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ചിത്രകാരൻ ആയതുകൊണ്ടാണ് എഴുതാൻ വൈകിയ ചിത്രകഥയിലെ എന്ന് എഴുതിക്കുന്നത്. കാരണം അവൻ്റെ രോഗം അതാണ്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ 7 അഴകുള്ളൂ. 7 അഴക്, 7 വർണ്ണങ്ങൾ. അവൻ വർണ്ണങ്ങൾ ലോകത്താണ് ജീവിക്കുന്നത് ചിത്രകാരൻ. അപ്പം അങ്ങനെ അവിടെ ഞാൻ ചിത്രകാരനായിട്ട് മാറും. മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് മധുചേട്ടൻ അഭിനയിച്ച പടമുണ്ട്, ഇതാ ഒരു മനുഷ്യൻ. അത് സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിലെ പാട്ട് ഉടയ്ക്കുന്ന ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ എന്നൊരു പാട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല, പുക വലിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ പാട്ട് എഴുതി പറ്റൂ. ഇപ്പം ആ പാട്ട് ഐ വി ശശി അതിൻ്റെ ഡയറക്ടർ. അപ്പം ഐ ശശി സാർ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം കാരണം അയാൾ ജീവിതത്തിൽ ഈ സമൂഹം ഒതുക്കി നിർത്തിയ ഒരു നല്ല മനുഷ്യന്. അപ്പോൾ അയാളെനിക്ക് മദ്യപാനിയാവും. ഈ നമ്മുടെ കെട്ട സമൂഹം ഇങ്ങനെ നന്മ കണ്ട അയാളെ ഒതുക്കി നിർത്തുന്നു. അപ്പം അയാൾ മദ്യപാനിയായിട്ട് മാറുന്നു. മദ്യപാനിയായിട്ട് ഇവർക്ക് കണ്ടില്ലേ, വീണ്ടും ആവർത്തിച്ച് പോലെ കെട്ടുപോയാണ് അയാളെന്ന്. അപ്പോൾ ആ മദ്യപാനിയായിട്ട് മാറുമ്പോൾ അത് അയാളുടെ ഒരു പ്രത്യേക ഭാര്യ കാമുകയായിട്ട് പിണങ്ങി പോയി. കാരണം സൊസൈറ്റി മുഴുവൻ അയാൾ ചീത്തയാണ്. പക്ഷേ അതേസമയം അയാൾ നല്ല മനുഷ്യനാണ്. ഇതാ ഒരു മനുഷ്യൻ എന്ന പടത്തിന് പേരതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ സമുദായത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇൻഡയറക്റ്റ്ലി അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അദ്ദേഹം ഒന്നു ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ ആ കഥാപാത്രമാണ്, ഞാനല്ല. അവിടെ ശ്രീകുമാരൻ തമ്പി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ചില പാട്ടുകൾ ശ്രീകുമാരൻ തമ്പി കടന്നു വന്നാൽ അത് രഹസ്യമായിരിക്കും, എനിക്ക് മാത്രമേ അറിയാവൂ. നിങ്ങളാരും അറിയില്ല. അതെ, മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് എത്ര സന്ധികൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിങ്കവളിൽ, അവളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഞാൻ വിചാരിച്ചു ഇത് സമുദ്ര ഹൃദന്തവും ഈ വൈകിട്ടത്തെ ആ ഒരു അതുകൊണ്ടൊന്നും അവരുടെ ഒന്നാമത്തെ കാര്യം കഥാപാത്രം
അതിസുന്ദരിയാണ്. ഷീലയെ അഭിനയിക്കും, ഷീലയുടെ ചെറുപ്പം, ഓ ഷീലയാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രേംനസീറാണ് പാടുന്നത്. അപ്പോൾ അത് എം കൃഷ്ണൻ നായരാണ് ഡയറക്ടർ. എം കൃഷ്ണൻ നായർ സാർ ഈ പാട്ടുകളെടുക്കുന്നതിൽ വിരുദ്ധനാണ്. വളരെ പെട്ടെന്ന് പാട്ടുകളെടുക്കും, നന്നായിരിക്കും ചെയ്യും. നല്ലൊരു വിഷ്വൽ സൃഷ്ടിക്കാൻ വളരെ മിടുക്കനാണ്. അതേസമയം നിർമ്മാതാവിന് ചിലവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനൊരു സംവിധാനം എം കൃഷ്ണൻ, അദ്ദേഹമാണ് ഈ പാട്ട് എടുത്തിരിക്കുന്നത്. ഈ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ, അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞു പോയത് പോയി നീ എന്നും മംഗളം നേരുന്നു ഞാൻ. അങ്ങനെയാണെങ്കിലും ഞാൻ മംഗളം നേരുന്നു. ഇത്രയും പൊളൈറ്റായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാമുകൻ, ഒരു അസാധ്യ കാമുകനാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചായ കുടിച്ച് ബ്രേക്കപ്പ് ആവുമെന്നൊക്കെ പറയും, പക്ഷെ ഇത് ഒത്തിരി മുമ്പേ തന്നെ സാറ് വളരെ മുമ്പ് അത്രയും ഭംഗിയായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെ കാമുകനെ എത്രയും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കാമുകന്മാർക്കൊക്കെ അഭിമാനമായിട്ടുള്ളൊരു പാട്ടാണ് മംഗളം നേരുന്നു ഞാൻ. അതെ, എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാമുകന്മാർ അധികവും പിന്നെ വിവാഹം കഴിക്കാതെ പോകുന്ന പെണ്ണിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവർ. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മധു അഭിനയിക്കുന്ന ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ്. ആ ഡോക്ടറുടെ കഥാപാത്രം പഠിക്കുന്ന കാലത്ത് പ്രണയിച്ച പെണ്ണാണ്. ഇപ്പോൾ മലയാളത്തിൽ ശ്രീവിദ്യയാണ്. അത് തമിഴിലെ നെഞ്ചിലാലയം എന്ന പടത്തിൽ വന്നതാണ്. അപ്പോൾ നെഞ്ചിലാലയം എന്ന പടത്തിൻ്റെ റീമേക്കാണ് ഹൃദയവൃക്ഷേത്രം. അത് ദില്ലേക്ക് മന്ദിർ എന്ന് പറഞ്ഞ് ഹിന്ദിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാട്ടുകൾ കേട്ട് ആ പാട്ട് പോലെ ആവരെന്ന് വെച്ചിട്ട് വലിയ മംഗളം നേരുന്നു. ഉദാഹരണമായിട്ട് തമിഴിൽ ആ പാട്ട് എങ്ങനെ വെച്ചാൽ, എങ്കിരുന്നാലും വാഴുക, എവിടെ ഇരുന്നാലും സുഖമായിരിക്കുക, അത്രേ ഉള്ളൂ. വളരെ പ്ലെയിനായിട്ട് പറഞ്ഞിരിക്കുക, എങ്കിരുന്നാലും വാഴുക. ഞാൻ അവിടെ നിന്നില്ല, എങ്കിലും എവിടെ നിന്ന് ജീവിക്കുക, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കാരണം വെച്ചാൽ കഥാപാത്രത്തിൻ്റെ മനസ്സാണ്. ഞാൻ തിരക്കഥാകൃത്തായതുകൊണ്ട് എന്താണ് തിരക്കഥ എന്ന് പൂർണ്ണമായിട്ട് ചോദിക്കും. എന്താണ് കഥാപാത്രത്തിൻ്റെ അവസ്ഥ, അപ്പോൾ മാനസികാവസ്ഥ എന്ന് നോക്കി എഴുതുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ 7 വർണ്ണങ്ങൾ വിടർത്തട്ടെ, നീ നന്നായി തന്നെ വരണമെന്നാണ്. അന്ന് മാത്രമല്ല, എന്നും ദാമ്പത്യ വല്ലറിയിൽ നല്ല പൂമുട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് വരെ പറയാം. നിനക്ക് നല്ല മക്കളുണ്ടാവട്ടെ. അത് എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സുരാഹ, അങ്ങനെ എല്ലാം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാമുകനാണ്. അത് കഥ എങ്ങനെയാണ്, അവളുടെ ആ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അടുത്ത് അവൾ രോഗിയായ ഭർത്താവിനെ കൊണ്ട് വരിക. ഭർത്താവിന് ക്യാൻസറാണ്. ഭർത്താവിനെ ചികിത്സിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടെയും ആ പുരുഷൻ്റെ നന്മ ഈ കാമുകി മനസ്സിലാക്കുന്നില്ല. കാമുകയുടെ സംശയം പഴയ പ്രതികാരം വെച്ച് ഭർത്താവിനെ കൊല്ലുമെന്നാണ്. അവിടെയാണ് ഈ കഥാപാത്രം നന്മ. പക്ഷേ അതിൽ അങ്ങനെ തകർന്നു പോകുന്നു. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഇവൾക്ക് തിരിച്ചറിയുന്നത്, ആ ഭർത്താവിനെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹം മരിക്കുക. അതേപോലെ മറ്റൊരു കാമുകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. അത് ഭർത്താവാണ്, കാമുകനല്ല. അത് ഭർത്താവും ഭാര്യ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഒരു ഒന്നാം തരം ഹ്യൂമണൈസർ, പ്രേംനസീറാ വേഷം ചെയ്തത്. സാധാരണ അദ്ദേഹം ചെയ്യുന്ന വേഷമല്ല. പക്ഷേ ആ കഥയുടെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം സമ്മതിച്ചതാണ്. അപ്പോൾ അതിൽ പടം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരേ പാട്ടിൽ 4-5 കാമുകിമാരുമായിട്ട് ഒരേ പാട്ടിൽ ഈ നീലത്താമര മിഴികൾ എന്നൊരു പാട്ടുണ്ട്. അങ്ങനെ 3-4 കാമുകിമാർ ഒരു പാട്ടിനകത്ത് വരുന്ന. അപ്പോൾ കഥാപാത്രം നമ്മൾ ഒരു പാട്ടിൽ കൂടെ തന്നെ കൊണ്ടുവരും, ഇയാൾ ഇതാണെന്ന്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കുന്നത് വളരെ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്. ഇവളിത് മനസ്സിലാക്കുന്നതോടെ ഈ തകർന്നു പോകുന്നു. അങ്ങനെ ഒരു രോഗിയാവും. ആ രോഗിയായി കഴിയുമ്പോഴാണ് വളരെ സീരിയസ് ആണ്. ഇവൾ ജീവിക്കുമോ മരിക്കുമോ എന്ന് ഉറപ്പില്ലാതെ വരുന്ന അവസരത്തിലാണ് ഇയാൾ മാറുന്നത്. ഞാൻ ചെയ്ത തെറ്റാണ് ഇവിടെ അനുഭവിക്കുന്നത്, ഞാൻ നല്ല ഭർത്താവായില്ല, ഇനിയെങ്കിലും ഞാൻ എന്നെ തിരുത്തണം എന്നതാണ് ആ പാട്ടി കൊണ്ടുവരിക്കുന്നത്. അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പ് തരൂ, എനിക്ക് നീ മാപ്പ് തരൂ. വളരെ ലളിതമായിട്ട് പറഞ്ഞു. അത് കഥ അത് എല്ലാവർക്കും മനസ്സിലാകണം. ഇത് ഈ ഒരു അവസരം പല ഭർത്താക്കന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഒരു മാപ്പ് ചോദിക്കാൻ തയ്യാറുള്ളവർക്ക് മാപ്പ് ചോദിക്കാം. സ്ത്രീയുടെ ജീവിതത്തിൽ, ഭാര്യയുടെ ജീവിതത്തിലും ഉണ്ടാകും.